അങ്ങനെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ കഴിയുകയാണ്. ഏത് രൂപത്തിൽ? വളർമാൻ നബി എന്നും പകലിൽ നോമ്പും രാവിൽ പരനിൽ ദുആകളും നമസ്കാരമാ. അന്നാൾ ഭയമടങ്കലെ മനതിൽ തങ്ങളെ സ്ഥിതികൾ വിങ്കിടുവാൻ പലരും മനാമിൻ്റെ തഴുബീറുകെ പാനായി വരുന്ന് പല തരം ഹദിയ കൊണ്ട്. അതിനാൽ ഫറുദില്ലകം ജയിലിലെല്ലരിൽ പകലുമല്ലിലുമാ. അങ്ങനെ മിസ്റിൻ്റെ ജയിലിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനിക്ക് ഇബാദത്തെടുത്തുകൊണ്ട് പകലൊക്കെ നോമ്പും രാത്രി നിസ്കാരങ്ങളുമായി അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. പക്ഷേ ആളുകൾക്ക്, ജയിലിലുള്ള ആളുകൾക്കൊക്കെ യൂസുഫ് നബി അലൈഹി സ്വലാം ചെന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം എന്താ, യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെ ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണത്? കിനാവിൻ്റെ, അതായത് സ്വപ്ന വ്യാഖ്യാനം പറയുന്ന പരിപാടി. മഹാനായ ജിബിരി അലൈഹി സ്വലാം പഠിപ്പിച്ചു കൊടുത്തതാണ് ജയിലിൽ വന്നിട്ട്. ഒരു വെള്ളമുത്ത് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം കൊണ്ടുനിർത്തത് വായിലിട്ട് അങ്ങനെ അന്ന് മുതൽ സ്വപ്ന വ്യാഖ്യാനം പറയാൻ തുടങ്ങിയതാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ജയിലിൽ ഇങ്ങനെ ഭയങ്കര മുഷിപ്പോടെ ഇടങ്ങോറ് ജയിലിൽ എങ്ങനെ താമസിക്കാൻ നമുക്കറിയാലോ. അപ്പോൾ ജയിലിൽ വളരെ മുഷിപ്പോടു കൂടെ അദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് കവി പറയുന്നത്. ഇപ്പോലെ ജയിലിൽ വാസിത്തിടും കാലമിൽ മുത്ത് നബി ഒരു നാൾ എത്തി ജനവാതിൽ കൊള്ളേ പുറത്തേക്ക് നോക്കി മുഷിപ്പതിനാൽ. അപ്പോൾ ഒരു കൂട്ടം കോടാനെഡിൽ കാഫിലക്കാറടുത്തിടലായി. അന്തയെടുപ്പിൻ്റെ തൊട്ടൊരു വെട്ട് വഴിക്കവറത്തിടലായി. അങ്ങനെ പെട്ടെന്നൊരു കാഫിലക്കൂട്ടം അതുവഴി ജയിലിൻ്റെ സമീപത്തുള്ള റോഡിലൂടെ ഒരു കാഫിലക്കൂട്ടം, ഒരു കാഫില സംഘം വന്നു എന്ന് മാത്രമല്ല, പെട്ടെന്ന് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം മുഷിപ്പ് ഒരു വെളിച്ചം പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട്, പുറത്തേക്ക് നോക്കി ഒരു വെളിച്ചം കാണാൻ വേണ്ടി ജയിലിൻ്റെ ജനവാതിലൂടെ അങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒട്ടകം പെട്ടെന്ന് അവിടെ മുട്ടുകുത്തി. അവിടെ യജമാനൻ എന്താ ഇപ്പോൾ ഈ ഒട്ടകം ഇവിടെ മുട്ടുകുത്തിക്കണത്? ചുരുക്കി പറഞ്ഞാൽ ആകെ പ്രശ്നമായി. യജമാൻ അടിച്ചാൻ പോകുന്നുണ്ട് ഒട്ടകത്തിന്. പക്ഷേ ഒട്ടകം മുട്ടുകുത്തിക്കണത് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കണ്ടിട്ടാണ്. അപ്പോൾ ആ മുഖം കണ്ടപ്പോൾ, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കണ്ടപ്പോൾ ഒട്ടകം മുട്ടുകുത്തിയതാണ്. ഒട്ടകം പറഞ്ഞു, തപ്പാതെ നാക്കത്തൂരക്കൈ നബിയെ അടിക്കൽ മുടക്കിടണേ, തങ്ങളെ കാണാൻ ഞാൻ മോഹിത്ത് നിന്നതാ ഓരിൽ വിരുത്തിടണേ. ആ സമയം ഒട്ടകം യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് പറയാം, നിങ്ങളെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ അവിടെ മുട്ടുകുത്തിയത്. അതെൻ്റെ യജമാനെന്ന് വിവരം പറഞ്ഞ് ധരിപ്പിക്കണം എന്ന് ഒട്ടകം യൂസുഫ് നബിനോട് പറയാം. ബിണ്ടുടൻ തങ്ങൾ ആടിക്കരുതുങ്ങളെ താമസമെത്തലമാ, വേഗം ജവാബുത്ത് അങ്ങോരും കൻആന്യൻ ദേശം എൻ പാർപ്പിടമാ. അപ്പോൾ ഉടനെ തന്നെ യജമാൻ ഒട്ടകത്തിനെ അടിക്കാൻ വേണ്ടി ചാട്ടവാറ് കൊണ്ട് ഓങ്ങിയപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിൽ നിന്ന് പറഞ്ഞു, ദയവ് ചെയ്ത് ഒട്ടകത്തിനെ ഉപദ്രവിക്കരുത്, എന്നെ കാണാൻ വേണ്ടി ഒട്ടകം ഇവിടെ മുട്ടുകുത്തിയതാണ്. നിങ്ങളുടെ നാടെവിടെയാണ്, നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ കൻആൻ ദേശക്കാരനാണ്, അവിടുന്ന് കാഫിലക്ക് കച്ചവടത്തിനായിട്ട് പുറപ്പെട്ടതാണ്, അങ്ങനെ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരികയാണ് ഈ വഴി എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാം ഒരു മറു ചോദ്യം, എന്താണിത്? പണ്ഡിതർ അയ്യൂരിൽ ഈരാറു കൊമ്പുള്ള വൃക്ഷം മുനയറിയോ, ബല്ലിതമേറും മരത്തിൻ്റെ ഹാലും സ്ഥിതിഗതികൾ തിരിയോ. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം ഇയാളോട് ചോദിച്ചോ, നിങ്ങൾ കൻആൻകാരനാണല്ലേ, അവിടെ കൻആനിൽ ഒരു വൃക്ഷത്തിൽ 12 കൊമ്പുകളുള്ള ഒരു ആളെ നിങ്ങൾക്ക് തിരിയോന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ കച്ചവടക്കാരൻ പറഞ്ഞു, അണ്ടം മോളിക്കവൻ ബിണ്ടാതിൽ നിണ്ടൊരു കൊമ്പ് മുറിഞ്ഞിട്ടില്ലേ, അന്തേശു അയ്ബത്ത കൊമ്പുകളിൽ നിണ്ടും പൗറ് മികച്ചതല്ലേ. അപ്പോൾ കച്ചവടക്കാരൻ തിരിച്ചു ചോദിച്ചു, അതിന് ഒരു കൊമ്പ്, ഈ 12 കൊമ്പുകളിൽ നിന്ന് ഒരു കൊമ്പ് മുറിഞ്ഞു പോയിട്ടില്ലേ, ആ കൊമ്പ് ഏറ്റവും സുന്ദരമായ കൊമ്പല്ലേ എന്ന് ചോദിച്ചു.
എണ്ടാതിനുത്തരം വിണ്ടി നബിനഅം പിന്നും മയ്യോറൂരത്തെ ഈ മസലാൽ യഅ്ഖൂബ് നബിയാരെ അല്ലയോ സൂചിപ്പിത്തേ. അപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ചത് ആ 12 കൊമ്പ് കൊണ്ട് ഉദ്ദേശിച്ചത് അത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെയും മക്കളെയും അല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അതിനുടനാറ്റൽ നബീബിണ്ട് പതിയത് കൊള്ളാവുമൈ ചേർന്നാൽ അധിപതി യാക്കൂബ് അവർക്കുള്ള മടമതിൽ ചെണ്ട് എനതുടെ അരിമസലാമയൂരക്കേണം അവർകളിലെൻ്റെ. ഉടനെ തന്നെ മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നിങ്ങളെ നാട്ടിൽ കന്നാലിലെത്തിയാൽ ആ കൊമ്പിനോടൊരു സലാം പറയണമേ, വൃക്ഷത്തിനോടൊരു സലാം പറയണേന്ന് പറഞ്ഞു. സലാം പറഞ്ഞാൽ വെച്ചിക്കണം, ഇങ്ങനെ മിസറിൻ്റെ ജയിലിൽ നിന്ന് ഒരാളെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പേരെന്താണെന്ന് ചോദിച്ചു. പേരൊന്നും പറയാപ്പോൾ പറ്റൂല. മതിയരിലപ്പള്ളവർ വിള്ളി അതിവരെ ഉങ്കളീസ് എന്ന പരവശനായ പാരദേശി ഇസ്മറിവില്ല. ഇത് വിധം പറയണമെൻ്റെ ഈസ് മുന്നാൻ ഒരു തരമില്ല. അപ്പോൾ നിങ്ങളും യാക്കൂബ് അലൈഹി ഇസ്ലാമിനോട് എൻ്റെ സലാം പറയണം. മിസ്റിൽ നിന്ന് ഇന്നാലിൻ്റെ വ്യക്തി ഒരു സലാം പറഞ്ഞ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. പേര് ചോദിച്ചാൽ പേരൊന്നും പറയണ്ട, സലാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയോ. എൻ്റെ പേരിപ്പോൾ പറയാൻ രക്ഷയില്ല. എന്നിട്ട് മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയാൻ വേണ്ടിയിട്ട് സലാം പറയാൻ വേണ്ടിയിട്ട് ഒരു ഹദിയ കൊടുക്കണം. ഇത് വിധമുത്ത് നബിയാരെ വിരലതിലിട്ടേ ഒരു ഹാത്തം അവർകളിൽ ഊരിക്കോടു തുന്നി ഹദിയ ഇതെൻ്റെ പറയുകൾ 20 സാവർ മീസിരി പൊൻ വില അതിനുണ്ടേ. അങ്ങനെ മതകരിലണ്ട് സലാമുന്നി ഉടൻ വിട ചോദിച്ച വീടെന്നും മമതമിരുചിത കൂലനാശ പുറമവർ കയറി ജഡുതയിൽ പല നിലവോടെ ജനം എത്തി അവരുടെ ഊരിൽ. അങ്ങനെ ഇത് പറയാൻ വേണ്ടിയിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിൽ കിടന്നൊരു മോതിരം അദ്ദേഹത്തിന് ഹദിയായി നൽകി. എന്നിട്ട് ചുരുക്കി പറഞ്ഞാൽ കച്ചവട സംഘം എവിടെ എത്തി? അവരുടെ നാടായ കൻആനിലെത്തി. കൻആനിലെത്തിയപ്പോൾ നേരെ കച്ചവടക്കാരൻ പോയത് ഇരുമണിരാകാശിന്തപ്പളി നബി യാക്കൂബർ ഭവനത്തിൽ അവർകളും ചെണ്ട് വിളി താറ്റ തിരുനബിയാരെ എന്നിലൊരു അതിശയ വാർത്ത പറയാനുണ്ടുമൈകളെ നേരെ. മരുതകമുത്ത് നബി തൻ്റെ മകളുടെ കൈമരി പീടി തൻ്റെ ഭവനമിൽ നീണ്ടും പുറപ്പെട്ട പൊളുതവർ ബിണ്ട് അതപൊട്ട് മനസുഖമോലെ മീസിറിന്ന് വരവനെ ഇന്ദേ. നേരെ കച്ചവടക്കാരെ ഒപ്പമുണ്ടാകുന്ന ആൾക്കാരെയൊക്കെ പറഞ്ഞു വെച്ചിട്ട് മുമ്പ് നേരെ പോയത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വസതിയിലേക്കാണ്. അപ്പോൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അവിടെ കാഴ്ച കമ്മിയായിട്ട് മകളെ കയ്യും സൈനബാബിയുടെ കയ്യും പിടിച്ച് പുറത്തേക്ക് വന്നു. എന്താ മക്കളെ ചോദിച്ചു. ഞാൻ മിസ്റിന്ന് വരികയാണ് കച്ചവടം കഴിഞ്ഞിട്ട്, ഒരു അതിശയമായ വാർത്ത പറയാനുണ്ട്, എന്താന്ന് ചോദിച്ചു. പരവശനായ ഒരു ബാലർ മിസ്റിലെ ജയിലിന്നുമൈകൾക്ക് പരമസ്നേഹസലാമുത്തൻ തിരുനബിയാരെ തങ്ങൾ മറുപടി വിണ്ടാറാവർക്കെന്ത് നവലിടും പേരേ. മിസ്റിൻ്റെ ജയിലിൽ നിന്ന് ഞങ്ങൾ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു നല്ല സുന്ദരനും സുമുഖനുമായ ഒരു മനുഷ്യൻ നിങ്ങൾക്ക് സലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പേര് എന്ന് ചോദിച്ചു യാക്കൂബ് നബി അലൈഹി ഇസ്ലാം കച്ചവടക്കാരനോട്. ഉരകബദൂതൻ നബിയോട് ഇസ്മവർ എന്നിൽ ഊരത്തില്ല ഒരു തരമല്ല